ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ എൻ്റെ ഒരു മോണാക്റ്റാണ് ഗൈസ്. ഈ മോണാക്റ്റിന് എനിക്കൊരു ഫസ്റ്റ് പ്രൈസും കിട്ടിയിരുന്നു. അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ മോണാക്റ്റ് കഴിഞ്ഞിട്ട് ഞാനൊരു എലക്യൂഷനും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. വെള്ളം വെള്ളം സർവത്ര വെള്ളം, പക്ഷേ കുടിക്കാനൊരു തുള്ളി വെള്ളമില്ല. അമ്മോ മോളെ, അമ്മ പോയി വെള്ളം എടുത്തിട്ട് വരാം. മോളിരുന്ന് പഠിച്ചോ, പരീക്ഷയ്ക്ക് മാർക്ക് കുറയ്ക്കണ്ട. അമ്മേ, ഞാൻ പോയി വരാം. അമ്മയ്ക്ക് വയ്യാത്തതല്ലേ? വയ്യെങ്കിലും അമ്മ പോയിക്കോളാം. വെള്ളം കിട്ടിയിട്ട് വേണം. അമ്മേ, അമ്മ എന്താ പറ്റിയ? ഇപ്പൊ ചെന്നില്ലെങ്കിൽ വെള്ളം കിട്ടില്ല മോളെ. അമ്മ വിഷമിക്കണ്ട, ഞാൻ പോയി വരാം. എങ്ങട്ടാടി അമ്മ നീ ഓടുന്നത്? വെള്ളം എടുക്കാൻ പഞ്ചായത്ത് കണ്ടറിക്ക് പോവാ. അമ്മയ്ക്ക് തീരെ വയ്യ നാടിയമ്മേ. എനിക്കാണെങ്കിൽ ഇന്ന് പരീക്ഷയുണ്ട്. ഓ, നീ അങ്ങോട്ട് ചെന്നേച്ചാലും മതി. അവിടെ ഭയങ്കര തല്ലാണ് കൊച്ചേ. പോലീസും വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്ന് പോയി നോക്കട്ടെ നാടിയമ്മേ. മാറങ്ങോട്ട്, മാറല്ല പറഞ്ഞ. ഈ കിണറിലാപ്പാട് 3-4 വീട്ടുകാർക്കുള്ള വെള്ളമുണ്ട്. അതിന് നിങ്ങൾ ഈ 10-100 വീട്ടുകാർ ബാത്റൂം ബക്കറ്റൊക്കെ വന്ന് എവിടെ നിന്ന് വെള്ളം കിട്ടാനാ? മാറി നിൽക്കാനല്ലേ പറഞ്ഞ. ഈ കിണർ ഞങ്ങൾ കൂട്ടി സീല് വെക്കാൻ പോവാ. ഇനി ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് ഇന്ന് വെള്ളം എടുത്താൽ മതി. ഇതേ ക്രമസമാധാന പ്രശ്നമാണ്. എന്റെ അമ്മയോട് വയ്യാണ്ട് കിടക്കുക. കുളിയിൽ കഴിക്കാൻ പോലും ഇത്തിരി വെള്ളമില്ല. ഒരു പാത്രം വെള്ളം താ സാറേ. വെള്ളം കിട്ടാനിച്ച് ചാവടച്ചെന്ന് ചാവടുന്നുള്ള മാറിപ്പോയിക്കോണം. അയ്യോ, എന്റെ അമ്മയ്ക്ക് ഇനി എവിടുന്ന് വെള്ളം കിട്ടും? ആദ്യേ അമ്മു 10 മണിയാകുമ്പോ പൊതുക്കിണകളിൽ വെള്ളം വരും. ഇപ്പൊ ചെന്ന് ക്യൂ നിന്നാ വെള്ളം കിട്ടും. പക്ഷേ അമ്മുവിന് പരീക്ഷയല്ലേ? അമ്മയൊക്കെ വലുതല്ലേ എനിക്കൊരു പരീക്ഷ. ഇത്തിരി വെള്ളം കിട്ടിയാ മതി. പഴുത്തുനിന്ന് വെള്ളം വരണല്ല. എങ്ങനെ വെള്ളം വരണ? ഭൂമിട്ടടിന്ന് വരണ വെള്ളം ഊറ്റിയെടുത്ത് കുപ്പിയിലാക്കി വിൽക്കല്ല. പിന്നെ എങ്ങനെ വെള്ളം വരണ? കിണറിലെ വെള്ളം പറ്റിയെന്ന് പറഞ്ഞ് വെള്ളം വിതരണം ചെയ്ത് നിർത്തിന്ന് പാട്ടത്തോട്ടിക്കാറ്. ഇനി ഞങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കലാണ്. വെള്ളം കിട്ടിയില്ലേ? കിട്ടില്ല. 44 നദികൾ ഒഴുകുന്ന സംസ്ഥാനം, ദേശീയ ശരാശരിയേക്കാൾ 2 ഇരട്ടി മഴ ലഭിക്കുന്ന നാട്. എന്നിട്ടും മനുഷ്യർ വെള്ളത്തിന് വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുക. ഇത് പ്രകൃതി കോപമാണ് മക്കളെ. കാലം തെറ്റി പെയ്യുന്ന മഴ, സർവ്വതും ദഹിപ്പിക്കുന്ന ചൂട്, ഇത് സർവനാശത്തിന്റെ ആരംഭ. കേട്ടില്ലേ വെള്ളത്തിന് വേണ്ടിയുള്ള ദീനരോധനങ്ങൾ? അയ്യോ അയ്യോ, ഞങ്ങളെ വിട്ടു പോയല്ലോ. കിടക്കണ കിടപ്പ് കണ്ടില്ലേ? അയ്യോ അയ്യോ, പറ്റാതെ ഒരു തുള്ളി വെള്ളം പോലും തരാൻ പറ്റിയില്ലല്ലോ. മരിക്കാൻ നേരത്ത് വെള്ളം തപ്പിപ്പോയി വെള്ളം കിട്ടാഞ്ഞിട്ട് മരിച്ചതാ കുമാരൻ. ഇത്തിരി വെള്ളം കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ കുമാരൻ ഇങ്ങനെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് കിടപ്പതായിരുന്നു. എന്തെങ്കിലും ഈ പറയണേ? കുളിപ്പിക്കാണ്ട് ജയിപ്പിച്ച ആത്മാവിന് ശാന്തി കിട്ടില്ല. മാത്രല്ല കർമ്മങ്ങൾ ചെയ്യാനും വേണം വെള്ളം. ആരെങ്കിലും പോയി ഇത്തിരി കുപ്പികളെയും വാങ്ങി വരിക. വെള്ളം തീർന്നിട്ടോ? ഭയങ്കര ഡിമാൻഡാ. ഇനി വൈകുന്നേരം ആകുമ്പോഴേ വരുള്ളൂ. അഡ്വാൻസ് തന്നാ ഞാൻ എടുത്തു വെക്കാം. ചേട്ടാ, എന്റെ അമ്മ അവിടെ വെയ്യാണ്ട് കിടക്കുക. ഈ കമ്മലെടുത്തിട്ട് ഒരു കുപ്പി വെള്ളം താ ചേട്ടാ. സാരില്ല കുട്ടിയെ, വെള്ളം വരാൻ വൈകുന്നേരമാവേ. അതുവരെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ. അമ്മ വാ, നമുക്ക് പുഴയിൽ പോവാം. തൽക്കാലം ആ വെള്ളമെങ്കിലും അമ്മയ്ക്ക് കൊടുക്കാം. ഇത് പുഴയാണോ? കഴിഞ്ഞ കൊല്ലം പുഴയെ പറ്റി പഠിക്കാൻ നമ്മളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നത് ഇവിടെയാണോ? ഇപ്പോൾ ഇതാ പ്ലാസ്റ്റിക്കും മാലിന്യം കൊണ്ട് ഒരു രോഗിയെ പോലെ. എന്റെ അമ്മയ്ക്ക് എവിടുന്ന് വെള്ളം കിട്ടും? സാറേ, എന്റെ അമ്മയുടെ ജീവൻ നിലനിർത്താനെങ്കിലും ഒരിറ്റു വെള്ളം താ. ചേച്ചി, ചേട്ടാ, ഭൂമി ദേവി, എന്റെ അമ്മയുടെ ജീവൻ നിലനിർത്താനെങ്കിലും ഒരിറ്റു വെള്ളം താ. നമസ്തേ. Today I'll be talking about Lachit Borphukan. Lachit Borphukan, a revered figure in Assamese history, is celebrated for his extraordinary leadership and bravery during the Battle of Seraighat. He was a general of the Ahom kingdom who played a pivotal role in defending Assam against the powerful Mughal invasion led by the formidable general Raja Ram Singh. His name has become synonymous with courage, strategic brilliance, and steadfast commitment towards his homeland. Born into a family with great ties
to the Ahom military, Lachit was deeply influenced by his father, who instilled in him a sense of patriotism and duty. He rose through the ranks, becoming the symbol of Assam's resistance against external violence. He defeated the Mughals in the Battle of Saraighat. The Battle of Saraighat is undoubtedly his most notable quality. He, despite commanding a smaller and less equipped army, using his innovative strategies and the Brahmaputra River's terrain, helped the Ahoms to outmaneuver and decisively defeat the Mughal forces. His famous rallying cry, "Victory or Death," inspired his soldiers to fight fearfully for their homeland, which resulted in the historic victory of the Ahoms, which halted the Mughal expansion in the region. This battle was not only a military triumph but also a unifying moment for the people of Assam that strengthened their resolve to defend their land and culture. Lachit's selflessness and dedication were even evident on his last moments. Gravely ill during the battle, he famously declared, "My duty is more important than my life," refusing to abandon his post. He is a source of patriotism and resistance for the future. Lachit is celebrated as a national hero in India today. His memory is honored annually on Lachit Divas, a day that highlights his contributions towards Assam and inspires the future generations to uphold his qualities of courage, dedication, and unity. His resolve and sacrifices reminds us of the importance of standing firm against all odds and not giving up. In conclusion, Lachit Borkhuban's life and sacrifices are a testament to the strength of unity and the enduring spirit of freedom. Thank you. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ ഒരു ടൈറ്റിൽ ചോദിച്ചിരുന്നു. ആരും ഇതുവരെ ഇട്ടില്ല. ആർക്കെങ്കിലും ഒരു ടൈറ്റിൽ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഇട്ടാൽ മതി. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ടാറ്റാ ബൈ.